വർക്കൗട്ട്. നമുക്ക് ബാക്കി ഒരു 25 ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട്. 25 ശരിയാക്കാൻ നോക്കുക. എളുപ്പമുള്ള ചോദ്യങ്ങളാണ്, എന്നാൽ ചില ക്വസ്റ്റ്യൻസ് ചെറിയ കൺഫ്യൂഷൻ വരുന്നതുമാണ്. ഓക്കെ, പരമാവധി മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ശരി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിന്റെ പേര് തിരഞ്ഞെടുക്കുക എന്നാണ്. ഏറ്റവും കഠിനമായ പദാർത്ഥം. ഓക്കെ, അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇനാമലാണ് അല്ലെ? ഓപ്ഷൻ ബി ഇനാമലാണ് ആൻസർ. ഇനാമല്. ഓക്കെ, ഇനാമലിന്റെ ഒരു പോയിന്റ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ബയോളജി വർക്കൗട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനില്ലാത്ത കലകളെയാണ് നമ്മൾ ഇനാമൽ എന്ന് പറയുന്നത് അല്ലെ? ജീവനില്ലാത്ത, ഇനാമലിന് ജീവനില്ല. മനസ്സിലായോ? നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ഇനാമലിന് എന്തില്ല? ജീവനില്ല. ജീവനില്ലാത്ത കലകളാണ് ഇനാമല്. അതുപോലെ ജീവനുള്ളവയാണ് ഡെൻഡൈൻ അല്ലെ? ജീവനുള്ളവയാണ് ഡെൻഡൈൻ. മനസ്സിലായോ? ജീവനുള്ള കലകളാണ് ഏത്? ഡെൻഡൈൻ എന്ന് പറയുന്നത്. ഡെൻഡൈൻ. ഓക്കെ, ജീവനുള്ളവ ഡെൻഡൈനും ജീവനില്ലാത്തവ ഏതാണ്ട് ഇനാമലുമാണ്. അതുപോലെ കെരാറ്റിൻ നിങ്ങൾക്ക് അറിയാമോ? കെരാറ്റിൻ. കെരാറ്റിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി, അതുപോലെ നഖം, ഇതൊക്കെ വളരാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ് കെരാറ്റിൻ. മനസ്സിലായ? നമ്മുടെ മുടിയും അതുപോലെ നഖവും ഒക്കെ വളരാൻ ആവശ്യമായിട്ടുള്ള പ്രോട്ടീനാണ് ഏത്? കെരാറ്റിൻ. കെരാറ്റിൻ ഒരു പ്രോട്ടീൻ ആണ് അല്ലെ? കെരാറ്റിൻ. ഓക്കെ, കരോട്ടിൻ അറിയാലോ? കരോട്ടിൻ, ബീറ്റ കരോട്ടിൻ പഠിച്ചിട്ടുള്ളതാ. ബീറ്റ കരോട്ടിൻ. വാട്ട് ഈസ് ബീറ്റ കരോട്ടിൻ? ബീറ്റ കരോട്ടിൻ എന്താണ്? ബീറ്റ കരോട്ടിൻ. ബീറ്റ കരോട്ടിൻ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ക്യാരറ്റിന് ഓറഞ്ച് നിറം നൽകുന്ന വർണ്ണവസ്തുവാണ് ബീറ്റ കരോട്ടിൻ. ഇത് കെരാറ്റിൻ ആണ്. നമ്മുടെ പല്ല്, നമ്മുടെ നഖവും മുടിയൊക്കെ വളരാൻ സഹായിക്കുന്ന പ്രോട്ടീനാണ് കെരാറ്റിൻ. ഓക്കെ, അടുത്ത ചോദ്യം. പ്രായപൂർത്തിയായ ഒരു സാധാരണ മനുഷ്യന്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം, ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര വളരെ? ഉളിപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? 8 ആണ് ഉളിപ്പല്ലുകളുടെ എണ്ണം അല്ലെ? 8 ഉളിപ്പല്ലുകൾ നമുക്ക് ഉണ്ടാവും. ഓക്കെ, ശരി. നമുക്ക് ഈ കൊഴിഞ്ഞു പോകുന്ന പല്ലുകളെ നമ്മൾ പറയുന്ന പേരാണ് പാൽപ്പല്ലുകൾ. പാൽപ്പല്ലുകൾ എന്നാണ് ഈ കൊഴിഞ്ഞു പോകുന്ന പല്ലുകളെ പറയുന്നത്. നമുക്ക് എത്ര പാൽപ്പല്ലുകളുണ്ട്? നമുക്ക് എത്ര പാൽപ്പല്ലുകളാണ് വരുന്നത്? നമുക്ക് 20 പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ 20 മിൽക്ക് ടീത്താണ് നമുക്ക് ഉണ്ടാവുന്നത്. 20 പാൽപ്പല്ലുകൾ അല്ലെങ്കിൽ 20 മിൽക്ക് ടീത്താണ് നമുക്ക് ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? പിന്നെ നമുക്ക് പ്രായപൂർത്തിയായതിനു ശേഷം നമുക്കൊരു 10-24 വയസ്സിനൊക്കെ ആയതിനു ശേഷം നമുക്ക് വളരുന്ന പല്ലുകളെ പറയുന്ന പേരാണ്, നമുക്കൊരു 4 പല്ലുകൾ നമുക്ക് പുതുതായി പൊടിക്കും. മനസ്സിലായ? 4 പല്ലുകൾ നമുക്ക് ഇത്തിരി പ്രായപൂർത്തിയായതിനു ശേഷം നമുക്ക് 4 പല്ലുകൾ, അത് 10, 24, 25, 26, 27, 28 വയസ്സൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് 4 പല്ലുകൾ പുതുതായി പൊടിക്കും. ആ പല്ലുകളെ പറയുന്ന പേരാണ് വിവേകദന്തങ്ങൾ. അപ്പൊ വിവേകദന്തങ്ങൾ എത്ര എന്നിട എത്ര വിവേകദന്തങ്ങള്? വിവേകദന്തങ്ങൾ 4 വിവേകദന്തങ്ങൾ ഇംഗ്ലീഷിൽ എന്താ പറയുന്നത്? വിവേകദന്തങ്ങളെ ഇംഗ്ലീഷിൽ എന്ത് പറയും? വിവേകദന്തങ്ങളെ നമ്മൾ ഇംഗ്ലീഷിൽ വിസ്ഡം ടീത്ത് എന്ന് പറയുമല്ലോ. വിസ്ഡം ടീത്ത് എന്ന് പറയും. വിസ്ഡം ടീത്ത് എന്നാണ് വിവേകദന്തങ്ങളെ പറയുന്നത്. ഇനി നമുക്ക് എത്രയാണ് നമുക്ക് സ്ഥിരദന്തങ്ങൾ എത്ര എണ്ണമാണ്? സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് 32 ആണ്. സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് എത്രയാണ്? 32 ആണ് സ്ഥിരദന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് ടീത്തിന്റെ എണ്ണം. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലായി. കൊള്ളാം. അടുത്ത, ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? മോണ രോഗങ്ങൾക്ക് കാരണം ഏത് വൈറ്റമിന്റെ കുറവെന്നാണ് ചോദ്യം. വളരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോണ രോഗങ്ങൾക്ക് കാരണം വൈറ്റമിൻ സി. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ, വൈറ്റമിൻ സി. ഓക്കെ, ഓപ്ഷൻ ഡി ആൻസർ, വൈറ്റമിൻ സി. ഓക്കെ, ശരി. ഇപ്പൊ ചോറ് കഴിച്ചുള്ളൂ, അതിന്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാണും കുറച്ചു നേരത്തേക്ക്. ഓക്കെ, വയ്യാണ്ടായിരിക്കുന്നു. ശരി, ഓക്കെ. അപ്പൊ വളരെ ജീവകം സി ആണ്, ജീവകം സി ആണ് കേട്ടോ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജീവകം സി കുറവുള്ള ആൾക്കാർ കഴിക്കേണ്ട ആഹാരം എന്താണെന്ന്. എന്ത് കഴിക്കണോടാ? ജീവകം സി കുറവുള്ള ആൾക്കാർ എന്ത് കഴിക്കണം? ജീവകം സി കുറവുള്ള ആൾക്കാർ നെല്ലിക്ക കഴിച്ചാൽ നന്നായിരിക്കും. നെല്ലിക്ക കഴിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്ത് കഴിക്കണം? ചീര നിങ്ങൾ തെറ്റാ പറയുന്നേ. മുരിങ്ങയാണ് കേട്ടോ. ചീരയൊക്കെ ഓപ്ഷൻ ഉണ്ടായിരുന്നു, മുരിങ്ങയില. ഓക്കെ,
നെല്ലിക്ക മുരിങ്ങയാണ് വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കേണ്ടത് കേട്ടോ. നെല്ലിക്ക മുരിങ്ങയാണ് നമ്മൾ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ക്യാരറ്റ് കഴിച്ചാൽ എന്ത് കിട്ടും? ക്യാരറ്റ് ചീര ഇതൊക്കെ കഴിച്ചാൽ നമുക്ക് എന്ത് കിട്ടോളാം? ക്യാരറ്റ് ചീരയെ കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആണ് കിട്ടുന്നത്. ക്യാരറ്റ് ചീരയെ കഴിച്ചു കഴിഞ്ഞാൽ വൈറ്റമിൻ എ ആണ് കിട്ടുന്നത്, വൈറ്റമിൻ എ. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ അരിയുടെ തവിടിൽ നിന്ന്, ധാന്യങ്ങളുടെ തവിടിൽ നമുക്ക് എന്ത് കിട്ടും? ധാന്യങ്ങളുടെ തവിടിൽ നിന്ന് നമുക്ക് B1 കിട്ടും അല്ലെ? ധാന്യങ്ങളുടെ തവിടിൽ നിന്ന് നമുക്ക് B1 കിട്ടും. കിട്ടും. സസ്യ എണ്ണയിൽ നിന്ന് എന്താ കിട്ടുന്നത്? സസ്യ എണ്ണയിൽ നിന്ന് നമുക്ക് ഇ കിട്ടും. സസ്യ എണ്ണയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇ കിട്ടും. ഓക്കെ, സസ്യ എണ്ണയിൽ നിന്ന് ഇ കിട്ടും. മത്സ്യ എണ്ണയിൽ നിന്ന് എന്ത് കിട്ടും? ഫിഷ് ഓയിലിൽ നിന്ന് മത്സ്യ എണ്ണയിൽ നിന്ന് ഡി കിട്ടും. മത്സ്യ എണ്ണയിൽ നിന്ന് എന്ത് കിട്ടും? ഡി കിട്ടും കേട്ടോ. സസ്യ എണ്ണയിൽ നിന്ന് ഇയും മത്സ്യ എണ്ണയിൽ നിന്ന് ഡിയും കിട്ടും. സസ്യ എണ്ണയിൽ നിന്ന് ഇയും മത്സ്യ എണ്ണയിൽ നിന്ന് ഡിയും കിട്ടും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇതങ്ങോട്ട് മാറിപ്പോകൂടെ? സസ്യ എണ്ണ ഇ, മത്സ്യ എണ്ണ ഡി. ഇല്ലല്ലോ, കുഴപ്പമില്ലല്ലോ, അത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇല്ലെങ്കിൽ അങ്ങനെ നിർത്താതെ നമ്മളെ ഈ മീനൊക്കെ കൊണ്ടുവരുമ്പോഴേ, ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ മീൻ കൊണ്ടുവരില്ലേ കേട്ടോ. അപ്പൊ മീനെ കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ അപ്പുറത്തെ ചേച്ചി ഇപ്പുറത്തെ ചേച്ചി ഡി മീൻ കൊണ്ടുവന്നിക്കണമെന്നല്ലേ പറയുന്നുള്ളത്. ഡി മീൻ വരണമെന്നൊക്കെ പറയത്തില്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ ഓർത്തിരുന്നാൽ മതി. ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായി ചോദിക്കുന്നതുമാണ്. കോഴിക്കോട് ജില്ലയിലാണ് സ്പൈസസ് റിസർച്ച് അല്ലേ? ഓക്കെ, സ്പൈസസ് പാർക്ക് ഞാൻ പറയുന്നുണ്ട്. സ്പൈസസ് പാർക്ക് എവിടെയാണ്? സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് സ്പൈസസ് പാർക്ക് പുറ്റടിയാണ് അല്ലേ? പുറ്റടി ഇടുക്കി. ഇടുക്കിയിലാണ് സ്പൈസസ് പാർക്ക്. അവിടെ തന്നെ വേറൊരു ചോദ്യം കിടപ്പുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിച്ചു, നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കീഴിലൊരു ഗവൺമെന്റ് പുതിയൊരു സ്പൈസസ് പാർക്ക് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇടുക്കിയില് തൊടുപുഴയില് തുടങ്ങനാട് അല്ലേ? ഇടുക്കിയില് തൊടുപുഴയില് തുടങ്ങനാട് എന്ന സ്ഥലത്താണ്. ഇടുക്കിയില് തൊടുപുഴയില് തുടങ്ങനാട് എന്ന സ്ഥലത്താണ്. ഇടുക്കിയില് തൊടുപുഴയില് തുടങ്ങനാട് എന്ന സ്ഥലത്താണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എന്താരംഭിച്ചേ വളരെ ഈ പറയുന്ന സ്പൈസസ് പാർക്ക് ആരംഭിച്ചത്. ഇനി നിങ്ങൾ പറഞ്ഞ കൊച്ചി എന്താണെന്ന് അറിയാമോ? കൊച്ചി സ്പൈസസ് ബോർഡാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനമാണ് കൊച്ചിയിൽ. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനമാണ് എവിടെയുള്ളത്? കൊച്ചിയിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പം മറക്കണ്ട, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെയാണ്? അത് കോഴിക്കോടാണ്. സ്പൈസസ് പാർക്ക് പുറ്റടി ഇടുക്കി. പിന്നെ നമ്മുടെ ഗവൺമെന്റ് പുതുതായി ആരംഭിച്ച സ്പൈസസ് പാർക്ക് തുടങ്ങനാട് തൊടുപുഴ ഇടുക്കി ജില്ലയിലാണ്. അതുപോലെ തന്നെ നമ്മൾ സ്പൈസസ് ബോർഡ് പറഞ്ഞു. സ്പൈസസ് ബോർഡ് എവിടെയാടാ? സ്പൈസസ് ബോർഡ് കൊച്ചിയിലാണ്. ഓക്കെ, ഈ സ്പൈസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്താ ഉദ്ദേശിക്കുന്നത്? സുഗന്ധവ്യഞ്ജനങ്ങളെയാണ് പറയുന്നത് അല്ലെ? സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം അല്ലെ? സുഗന്ധവ്യഞ്ജനങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുപോലെ തന്നെ സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവിനെയും റാണിയും എന്ന് പറഞ്ഞേ. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവിനെയും റാണിയും എന്ന് പറഞ്ഞേ. സുഗന്ധവ്യഞ്ജന രാജാവ് ആരാണ്? രാജാവ് കുരുമുളകും റാണി ഏലവുമാണ് കേട്ടാ. രാജാവ് കുരുമുളകും റാണി ഏലവുമാണ്. ഓക്കെ, അത് മാറിപ്പോവരുത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. രാജാവിന് കുരുപൊട്ടി എന്ന് കോർത്താൽ മതി. രാജാവിനാണ് കുരു പൊട്ടണത് അല്ലേ? ഓക്കെ, രാജാവിന് കുരുപൊട്ടി എന്ന് കോർത്ത് വെച്ചിരുന്നാൽ മതി. കുരു പൊട്ടിച്ചത് റാണി എന്ന് ഓർത്തിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, ശരി. താഴെ പറയുന്നതിൽ ഏത് രാസവസ്തുവാണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു? പ്രീവിയസ് ആണ്, SCERT ആണ്. മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് അല്ലെ? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് മണ്ണിന്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. ഓക്കെ, ഇനി അടുത്ത് ഈ അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? അപ്പോൾ അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത് അയഡിൻ ആണ്. അതും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? അയഡിൻ ആണ് അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത്. അന്നജ പരിശോധനയ്ക്ക് ഉപയോഗിക്കുന്നത് അയഡിൻ ആണ്. ആ ഒരു പോയിന്റ് കൊടുത്തോണം. മണ്ണില് ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. മണ്ണിലെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഓക്കെ, ലോക വനദിനമായി ആചരിക്കുന്നതെന്നാണ് ചോദ്യം. ഈസി ക്വസ്റ്റ്യൻ ആണ്. ലോക വനദിനം മാർച്ച് 21 ലോക വനദിനം.
അപ്പൊ നമ്മൾ അതിനൊരു കോഡ് നമ്മൾ എപ്പോഴും ഓർത്ത് വയ്ക്കാറുണ്ട് ആ ഒരു ദിനങ്ങൾ പഠിക്കാനായിട്ട്. എന്താണ്ട വനജയുടെ കാലിൽ ക്ഷയം. ഓക്കെ, വനജയുടെ കാലിൽ ക്ഷയം എന്നാണ് നമ്മൾ ആ കോഡ്. വനജയുടെ കാലിൽ ക്ഷയം എന്നാണ് കോഡ്. അതായത് വനദിനം മാർച്ച് 21, ജലദിനം മാർച്ച് 22, കാലാവസ്ഥാ ദിനം മാർച്ച് 23, ക്ഷയരോഗ ദിനം മാർച്ച് 24. അപ്പൊ മാർച്ച് മാസത്തിലെ 21, 22, 23, 24 ആ 4 ദിനങ്ങൾ ഓർക്കാനായിട്ടുള്ള കോഡാണ് ഈ വനജയുടെ കാലിൽ ക്ഷയം എന്നുള്ള കോഡ്. അതായത് വനദിനം മാർച്ച് 21 പിള്ളേരെ, ജലദിനം 22, കാലാവസ്ഥ 23, ക്ഷയരോഗ ദിനം 24. മാർച്ച് മാസം 24 ക്ഷയരോഗ ദിനം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തുകൊണ്ടാണ് ഈ മാർച്ച് 24 ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നതെന്ന് അറിയോ? അറിയാമെങ്കിൽ പറഞ്ഞേ. എന്തുകൊണ്ടാണ് മാർച്ച് 24 ക്ഷയരോഗ ദിനമായി ആചരിക്കുന്നത്? വളരെ ഈ ക്ഷയരോഗത്തിന് വൈറസാ. ക്ഷയരോഗം വൈറസാണ്. ക്ഷയരോഗം ബാക്ടീരിയ അല്ലേ വളരെ? ക്ഷയരോഗം ബാക്ടീരിയ. ഏതാ ബാക്ടീരിയ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. കേട്ടിട്ടുണ്ടോ ഒരു പേര്? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ഓക്കെ, ആ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കണ്ടെത്തിയത് ആരാ? മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസിനെ കണ്ടെത്തിയത് റോബർട്ട് കോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ്. റോബർട്ട് കോക്ക് എന്ന് പറയുന്ന വ്യക്തിയാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് കണ്ടെത്തിയത്. ഓക്കെ, ഇദ്ദേഹം ഇത് കണ്ടെത്തുന്നത് 1882 മാർച്ച് മാസം 24-നാണ്. ഓക്കെ, 1882 മാർച്ച് മാസം 24 കണ്ടെത്തിയത് കൊണ്ടാണ് മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനമായി അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, റോബർട്ട് കോക്ക് കണ്ടെത്തിയത് കൊണ്ട് ഈ ക്ഷയരോഗത്തെ കോക്സ് ഡിസീസ് എന്നും അറിയപ്പെടും. അല്ലെ? കോക്സ് ഡിസീസ് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ക്ഷയരോഗത്തെയാണ് കോക്സ് ഡിസീസ് എന്ന് അറിയപ്പെടുന്നത്. കോക്സ് ഡിസീസ്. ഓക്കെ അല്ലടാ? അപ്പോൾ തന്നെ ഈ വനദിനം ചോദിക്കുന്നത് പോലെ തന്നെ 2-3 ദിനങ്ങൾ പഠിച്ചു വെച്ചോണേ. അതായത് നമ്മുടെ ഇത് ചോദിക്കും കേട്ടോ, ജൈവ വൈവിധ്യ ദിനം. നമുക്ക് PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് ജൈവ വൈവിധ്യ ദിനം. ആരാദ്യം കമന്റ് ചെയ്തേ? ജൈവ വൈവിധ്യ ദിനം മെയ് 22 അല്ലെ പിള്ളേരെ? മെയ് 22 ജൈവ വൈവിധ്യ ദിനം. ഓക്കെ, ജൈവ വൈവിധ്യ ദിനം മെയ് 22. പിന്നെ നിങ്ങൾക്ക് അറിയാം ഓസോൺ ദിനം. സ്ഥിരമായി ചോദിക്കുന്നതാണ് ഓസോൺ ദിനം. അറിയാം. ഓസോൺ ദിനം ഏതാ? ഓസോൺ ദിനം സെപ്റ്റംബർ 17. സെപ്റ്റംബർ 16. ഓസോൺ ദിനം സെപ്റ്റംബർ 16. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓക്കെ, അതുപോലെ നമുക്ക് ചോദിക്കുന്ന മറ്റൊരു ദിനമാണ് തണ്ണീർത്തട ദിനം. തണ്ണീർത്തട ദിനം ഏതാ? തണ്ണീർത്തട ദിനം പിള്ളേരെ ഫെബ്രുവരി 2 തണ്ണീർത്തട ദിനം. ഈ ദിനങ്ങളൊക്കെ നമുക്ക് റിപ്പീറ്റ് അടിച്ച് ചോദിക്കുന്ന സാധനങ്ങളാണ്. ഓർത്തിരിക്കുക. ജൈവ വൈവിധ്യ ദിനം മെയ് 22, ഓസോൺ ദിനം സെപ്റ്റംബർ 16, തണ്ണീർത്തട ദിനം ഫെബ്രുവരി 2. ഓക്കെ, അറിഞ്ഞു മാത്രമുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ഈസിയാണ്, ബേസ് ആണ്. ഓക്കെ, ദഹിച്ച ആഹാര പദാർത്ഥങ്ങളിൽ നിന്നുള്ള പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗമായെന്നാണ് ചോദ്യം. നമ്മുടെ ശരീരത്തില് ആഗീരണം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ചോദ്യം. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന്റെ ആഗീരണം എവിടെ നിന്ന് ആരംഭിക്കുന്നത്? പിള്ളേരെ ആഗീരണം ആരംഭിക്കുന്നത് ചെറുകുടലിൽ നിന്നാണ് അല്ലെ? ചെറുകുടൽ. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളില് എല്ലാം ദഹനം പൂർണ്ണമാകുന്നത് ചെറുകുടലിലാണ്. ജലം മാത്രമാണ്. ജലത്തിന്റെ ആഗീരണം സംഭവിക്കുന്നത് വൻകുടലിലാണ് കേട്ടോ. ജലത്തിന്റെ ആഗീരണം സംഭവിക്കുന്നത് വൻകുടലിലാണ് കേട്ടോ. വൻകുടലിലാണ്. ഓക്കെ, ജലവും അതുപോലെ ലവണങ്ങളും ആഗീരണം സംഭവിക്കുന്നത് എവിടെയാണ്ട? വൻകുടലിലാണ്. ആഹാര പദാർത്ഥങ്ങളുടെ ആഗീരണം, പോഷക ഘടകങ്ങൾ രക്തത്തിലേക്ക് ആഗീരണം ചെയ്യപ്പെടുന്ന ഭാഗം ഏതാണ്? ചെറുകുടലാണ്. ഓക്കെ, അപ്പൊ അവിടെ തന്നെ വേറെ ചോദ്യം നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. ഞാനൊന്ന് ചോദിക്കുകയാണെ. നമ്മുടെ ഈ അന്നനാളത്തിലൂടെയും അത് നമ്മളെ ഈ ഫുഡ് പൈപ്പ് എന്ന് പറയും. ഫുഡ് പൈപ്പിലൂടെ നമ്മൾ ആഹാരം കടന്നു പോകുന്ന, നമ്മുടെ ഈ കുടലിലൂടെയൊക്കെ ആഹാരം കടന്നു പോകുന്ന ആ ഒരു പ്രവർത്തനത്തെ, ഒരു തരംഗ ചലനമുണ്ട്. ആ തരംഗ ചലനത്തെ പറയുന്ന പേരെന്താ പിള്ളേരെ? ആ തരംഗ ചലനത്തെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. എന്താണ്? പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ്. ഓക്കെ, പെരിസ്റ്റാൾസിസ് എന്ന് പറയും. ആഹാരത്തിന്റെ നമ്മുടെ ശരീരത്തിലൂടെയുള്ള തരംഗ രൂപത്തിലുള്ള ചലനത്തെ പറയുന്ന പേരാണ് പെരിസ്റ്റാൾസിസ്. എന്താണ്? പെരിസ്റ്റാൾസിസ് എന്ന് പറയും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഫാഗോസൈറ്റോസിസ്? പറ. ഫാഗോസൈറ്റോസിസ് എന്താ? ഫാഗോസൈറ്റോസിസ്
ഫാഗോസൈറ്റോസിസ് എന്തുവാടാ? ഫാഗോസൈറ്റോസിസ് എന്ന് വെച്ച് കഴിഞ്ഞാല് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് എന്ത്? ഫാഗോസൈറ്റോസിസ്. മനസ്സിലായ? രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ്. ഓക്കെ. ഫാഗോസൈറ്റോസിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫാഗോസൈറ്റോസിസ് എന്ന പ്രവർത്തനം ചെയ്യുന്ന 2 ശ്വേതരക്താണുക്കളുണ്ട്. ഏതൊക്കെയാ? പിള്ളേരെ, മോണോസൈറ്റും ന്യൂട്രോഫിലും അല്ലേ? മോണോസൈറ്റും ന്യൂട്രോഫിലും. ഓക്കെ, മോണോസൈറ്റും ന്യൂട്രോഫിലും അല്ലേ? ഓക്കെ, ഞാനത് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്ടല്ല നമ്മൾ കൈ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ മോണയിലൂടെ അത് വിഴുങ്ങുമെന്ന് ഓർത്താൽ മതി. ഓക്കെ അല്ലേ? ന്യൂട്ടല്ല എന്ന സാധനം കൈ കിട്ടിക്കഴിഞ്ഞാൽ മോണയിലൂടെ വിഴുങ്ങുമെന്ന് ഓർത്താൽ മതി കേട്ടോ. വിഴുങ്ങുന്നത് ന്യൂട്രോഫിലും മോണോസൈറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫാഗോസൈറ്റോസിസ് ക്ലിയർ ആണല്ലോടാ? ശരി. അടുത്ത് സങ്കരയിനം തക്കാളി. സങ്കരയിനൊക്കെ നിങ്ങൾക്ക് കുറെ തവണ കിട്ടിയിട്ടുള്ളതാ. ഓപ്ഷൻ ഡി മുക്തിയാണ് സങ്കരയിനം തക്കാളി കേട്ടാ. ഓക്കെ, ക്ലിയർ ആണ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കേട്ടോ, പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം. അപ്പൊ തന്നെ വേറെ ചോദ്യമുണ്ട്. സസ്യങ്ങൾ ആ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ് അല്ലെ? പുറത്തുവിടുന്ന വാതകം ഓക്സിജനും. പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? പ്രയോജനപ്പെടുത്തുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കൂടെ? ഇല്ല, സമ്മതിക്കരുത്. ഓക്കെ, സസ്യങ്ങൾ ശ്വസിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ല. സസ്യങ്ങൾ നമ്മളെ പോലെ ശ്വസിക്കുന്നത് എന്താണ് ശ്വസിക്കുന്നത് പിള്ളേരെ? ഓക്സിജൻ തന്നെയാണ് ശ്വസിക്കുന്നത്. സസ്യങ്ങള് ശ്വസനഫലമായി പുറത്തുവിടുന്ന വാതകം ഏതാ? സസ്യങ്ങള് ശ്വസനഫലമായി പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, പ്രകാശ സംശ്ലേഷണത്തിന് മാത്രമാണ് സസ്യങ്ങൾ ഓക്സിജൻ പുറത്തുവിടുകയും കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ചെയ്യുന്നത്. മനസ്സിലായ? ഓക്കെ. എന്നാൽ ഈ പറയുന്ന ശ്വസന സമയത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ആരും ചെയ്യുന്നത്? സസ്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തുവിടുന്നു. ഓക്കെ, ക്ലിയർ ആണല്ലോ? സസ്യങ്ങളിൽ പകല് മാത്രമേ എന്ത് നടക്കത്തുള്ളൂ പിള്ളേരെ? പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടക്കത്തുള്ളൂ പകല് മാത്രം. ഓക്കെ, സസ്യങ്ങൾ രാത്രി മാത്രമേ ശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാണ്? അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നിയെങ്കിലോ, അതായത് പകല് പ്രകാശ സംശ്ലേഷണവും രാത്രി ശ്വസനവുമാണ് നടക്കുന്നതെന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാരെങ്കിലും? ഇല്ല. ശ്വസനം എന്ന പ്രവർത്തനം സസ്യങ്ങളിൽ എപ്പോഴും സംഭവിക്കുന്നുണ്ട്. അതായത് രാത്രിയും സംഭവിക്കുന്നുണ്ട്, പകലും സംഭവിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ പകൽ സമയത്ത് ശ്വസനത്തിനേക്കാൾ കൂടുതൽ അളവിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിനേക്കാളും കൂടുതൽ ഓക്സിജൻ നമുക്ക് ഭൂമിക്ക് ലഭ്യമാവുന്നുണ്ട്. മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ഈ പ്രകാശ സംശ്ലേഷണം പകൽ മാത്രമേ നടക്കത്തുള്ളൂ. കാരണം പ്രകാശ സംശ്ലേഷണത്തിന് ഫോട്ടോസിന്തസിസിന് എന്തിന്റെ ആവശ്യമുണ്ട്? സൂര്യപ്രകാശത്തിന്റെ ആവശ്യമുണ്ട് കേട്ടോ. സൂര്യപ്രകാശത്തിന്റെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കുക. ഓക്കെ, ശരി. സസ്യങ്ങൾ ശ്വസിക്കാൻ ഉപയോഗിക്കുന്നത് ഏത് ഭാഗത്തിലൂടെ, എന്തിലൂടെ ശ്വസിക്കുന്നത്? മൂക്കുണ്ടോ സസ്യങ്ങൾക്ക്? ഇല്ല. ആസ്യരന്ധ്രം എന്ന് പറയും. ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ എന്ന് പറയും കേട്ടോ. ആസ്യരന്ധ്രം അല്ലെങ്കിൽ സ്റ്റൊമാറ്റ വഴിയാണ് സസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ശ്വസിക്കുന്നത്. ഓക്കെ, കൊള്ളാം. അടുത്ത ചോദ്യം, ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ കോവാക്സിൻ ആണ്. ഓക്കെ, ഈ കോവാക്സിൻ നിർമ്മിച്ച ആരെന്ന് നിങ്ങൾക്ക് അറിയാം? കോവാക്സിൻ നിർമ്മിച്ചത് ആരാ? പറയടാ. കോവാക്സിൻ നിർമ്മിച്ചത് ആരാണ്? കോവാക്സിൻ നിർമ്മിച്ചത് ഭാരത് ബയോടെക് ആണല്ലേ? ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ നിർമ്മിച്ചത്. ഓക്കെ, കോവാക്സിന്റെ നെയിം ഒക്കെ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ്? BBV152. ഇതാണ് കോവാക്സിൻ. മനസ്സിലായ?
BBV 152 കേട്ടോ. അതായത് ഭാരത് ബയോടെക് വാക്സിൻ 182. ഭാരത് ബയോടെക് വാക്സിൻ 152 BBV 182. ഇതാണ് കോവാക്സിന്റെ പേര്. ഇതാണ് കോവാക്സിന്റെ പേര്. ഇപ്പൊ നമുക്ക് ഇനിയിപ്പോ നിങ്ങൾക്ക് ചോദ്യം വരാൻ പോണ സാധനം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ചോദ്യം വരാൻ പോണത് കോവിഷീൽഡ് ആണ്. കാരണം കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കമ്പനി തന്നെ അത് അംഗീകരിക്കുകയും അത് പിൻവലിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നിർമ്മിച്ച ആ ഒരു കമ്പനിയുടെ പേരാണ് ആസ്ട്രാസിനീക അല്ലെ. ആസ്ട്രാസിനീക എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് നിർമ്മിച്ചത്. ആസ്ട്രാസിനീക. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിന്റെ പാറ്റേൺ എടുത്തിട്ട് അല്ലെങ്കിൽ അതിന്റെ നിർമ്മിക്കാനുള്ള രീതി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇന്ത്യയിൽ നിർമ്മിച്ചു. ഇന്ത്യയിൽ കോവിഷീൽഡ് നിർമ്മിച്ചത് ആരടാ? ഇന്ത്യയിൽ കോവിഷീൽഡ് നിർമ്മിച്ചത് പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് അല്ലെ. ഇന്ത്യയിലെ കോവിഷീൽഡ് നിർമ്മിച്ചത് പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇന്ത്യയിൽ കോവിഷീൽഡ് നിർമ്മിച്ചത് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അടുത്ത ചോദ്യം ഉത്തരവ് നിങ്ങൾക്ക് അറിയായിരിക്കും. കോവിഷീൽഡിന്റെ കോഡ് എന്ന് പറഞ്ഞുതരാം. കോവിഷീൽഡിന്റെ കോഡ് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ, ചോദിക്കും. പഠിച്ചു വെച്ചോ, വലിയ വാർത്തയായതാണ് കോവിഷീൽഡ്. AZD 1222 കേട്ടോ. AZD 22 കോവിഷീൽഡ് കേട്ടോ. AZD 1222. ആസ്ട്രാസിനീക എന്ന് പറയുന്ന യൂറോപ്യൻ കമ്പനിയാണ് കോവിഷീൽഡ് നിർമ്മിച്ചത്. ഇന്ത്യയിൽ കോവിഷീൽഡ് നിർമ്മിച്ചത് പൂനെയിലെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന്റെ കോഡ് നെയിമാണ് AZD 1222. ഓക്കെ, ഇനി ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച വാക്സിനാണ് കോവാക്സിൻ നിർമ്മിച്ചത് ഹൈദരാബാദിലെ ഭാരത് ബയോടെക് ആണ്. ഓക്കെ, ഭാരത് ബയോടെക് ആണ് നിർമ്മിച്ചത്. അതിന്റെ കോഡ് നെയിമാണ് BBV 152 അല്ലേ. ഓക്കെ, ഇതൊക്കെ ഈസി പോയിന്റുകളാണ്. ഓക്കെ പിള്ളേരെ, വാട്ട്സ് നെക്സ്റ്റ്? ഓക്കെ, മനുഷ്യ എഴുത്തിൽ തഴനാസ്തി കാണപ്പെടുന്നത്. ശരി, കാരണം യൂണിവേഴ്സിറ്റി LGSന് കുറെ പിള്ളേർ പോയി തെറ്റിച്ച ക്വസ്റ്റ്യൻ ആണത്. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്ന എവിടെ എന്നാണ് ചോദ്യം. തരുണാസ്ഥി എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോൺസിനെയാണ് നമ്മൾ തരുണാസ്ഥി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. തരുണാസ്ഥി ഇവിടെ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ തരുണാസ്ഥി എന്ത് തരം കലകളാണ്? പിള്ളേരെ, തരുണാസ്ഥി യോജക കലകളാണ് അല്ലെ. യോജക കല അതിന് നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? യോജക കലയെ നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയുന്നത്? കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയൂല്ലേ. കണക്റ്റീവ് ടിഷ്യൂ. ഓക്കെ, നിങ്ങളത് പറഞ്ഞു. അസ്ഥി എന്ത് തരം കലയാണ്? അസ്ഥിയും യോജക കലയാണ് അല്ലേ. അസ്ഥിയും യോജക കലയാണ്. ഓക്കെ, രക്തം എന്താണ്? രക്തം യോജക കലയാണ്. ഇതെല്ലാം രക്തം. പക്ഷെ രക്തത്തിന് നിങ്ങൾ വേറൊരു പോയിന്റ് പഠിച്ചു വെച്ചോണേ. ദ്രാവക രൂപത്തിലുള്ള യോജക കലകൾ എന്ന് പഠിച്ചോണം. രക്തം നിങ്ങൾ പഠിക്കുമ്പോൾ വെറും യോജക കല എന്ന് പഠിക്കരുത്. ദ്രാവക രൂപത്തിലുള്ള യോജക കല എന്ന് വേണം. ദ്രാവക രൂപത്തിലുള്ള യോജക കലയാണ് ഏത്? രക്തം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ അസ്ഥി, തരുണാസ്ഥി, രക്തം ഇതെല്ലാം യോജക കല. ഇതെല്ലാം കണക്റ്റീവ് ടിഷ്യൂ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. ശരി, അപ്പൊ പഠിച്ചല്ലോ അത്. പഠിച്ചു. ഇനി പറ, തരുണാസ്ഥി എവിടെയൊക്കെ ഉണ്ട്? തരുണാസ്ഥി നമ്മുടെ ചെവിക്കൂടയിലുണ്ട്. എന്താ? ഇതാണ് ചെവിക്കൂടയിലുണ്ട്. ഓക്കെ, കശേരുക്കൾക്കിടയിലുണ്ട്. നമ്മുടെ നട്ടലിലെ കശേരുക്കൾക്കിടയിൽ എന്തുണ്ട്? തരുണാസ്ഥി ഉണ്ട്. രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്തുണ്ട്. ഇപ്പൊ നമ്മുടെ ഇവിടെ നമ്മുടെ ജോയിന്റുകളിലൊക്കെ എന്തുണ്ട്? തരുണാസ്ഥി ഉണ്ട്. നേസൽ സെപ്റ്റത്തിലുണ്ട്. സെപ്റ്റം എന്ന് വെച്ചാൽ എന്താ? സെപ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മൂക്ക് ഫ്ലെക്സിബിൾ അല്ലേ. ഇങ്ങനെയൊക്കെ നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളയ്ക്കാൻ പറ്റുമല്ലേ. ഓക്കെ, ഓക്കെ. എന്റെ ഈ മൂക്കിന്റെ ഇവിടെ ഒരു തടിപ്പുണ്ട്. പണ്ടൊരു ഇടി കിട്ടിയതാണ്. ആ ഇടിയോടെ എനിക്ക് തടിപ്പും വന്ന് ജലദോഷം തുടങ്ങി. അവിടെ വളഞ്ഞിരിപ്പുണ്ട്. സംഘർഷഭരിതമായി എന്റെ ജീവിതത്തിന്റെ ചില ഏടുകൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനത്തെ കുറെ സംഭവങ്ങളിലുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ നേസൽ സെപ്റ്റത്തിൽ, അതായത് നമ്മുടെ മൂക്കിന്റെ പാലത്തില് ഈ പറയുന്ന എന്തുണ്ട്? ഈ തരുണാസ്ഥികളുണ്ട്. പക്ഷെ നിങ്ങൾ ഇവിടെ വേറൊരു കാര്യം പഠിച്ചോണേ. സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ കാണപ്പെടുന്ന എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ട്.
വളരെ സി ആകൃതിയിലുള്ള സി ഷേപ്പിലുള്ള തരുണാസ്ഥികൾ കാണപ്പെടുന്നത് ശ്വാസനാളത്തിലാണ്. ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ. നമ്മുടെ ശ്വാസനാളത്തിൽ അല്ലെങ്കിൽ ട്രക്കിയയില് സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. ശ്വാസനാളത്തിൽ അല്ലെങ്കിൽ ട്രക്കിയയില് സി ആകൃതിയിലുള്ള തരുണാസ്ഥികൾ കാണപ്പെടുന്നുണ്ട്. പിള്ളേരെ പഠിക്കുക. ചെവിക്കൂടയിൽ തരുണാസ്ഥിയുണ്ട്, കശേരുക്കൾക്കിടയിൽ തരുണാസ്ഥിയുണ്ട്, രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്ത് തരുണാസ്ഥികളുണ്ട്, നേസൽ സെപ്റ്റത്തിലുമുണ്ട് തരുണാസ്ഥി. അതായത് ഓപ്ഷൻ ഡി, ഈ പറയുന്ന എല്ലാ സ്ഥലത്തും 1, 2, 3, 4 തരുണാസ്ഥി ഉണ്ട്. അതുപോലെ തന്നെ സി ആകൃതിയിലുള്ള തരുണാസ്ഥി എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ ആൻസർ ഏതാണ്ട് നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയ. ഓക്കെ. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതാണ് ചോദ്യം. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് കാൽസ്യം ആവശ്യമാണ്, ഫോസ്ഫറസ് ആവശ്യമാണ്, മഗ്നീഷ്യവും ആവശ്യമാണ്. എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് പ്രത്യേകം ആവശ്യമില്ലാത്ത സാധനമാണ് ഇരുമ്പ്. ഓക്കെ, ഇരുമ്പ് പ്രത്യേകം ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഇനി ഇരുമ്പ് നമുക്ക് വളരെ അധികം ആവശ്യമുള്ള സാധനമാണ് ഇരുമ്പ്, അല്ലേ? നമുക്ക് ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് അനീമിയ, അല്ലെ? അനീമിയ. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്? അനീമിയ. ഇരുമ്പിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് പിള്ളേരെ? അനീമിയ. ഓക്കെ. മഗ്നീഷ്യം, നമ്മൾ നേരത്തെ ഫോട്ടോസിന്തസിസ് പറഞ്ഞായിരുന്നല്ലേ? ഫോട്ടോസിന്തസിസ്. ഈ ഫോട്ടോസിന്തസിസ് നടക്കുന്നെങ്കിൽ സൂര്യപ്രകാശം മാത്രമല്ല, നമുക്ക് ഹരിതകവും ആവശ്യമാണ്, അല്ലെ? ഹരിതകം. അതെ, ക്ലോറോഫിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന പ്രകാശ സംശ്ലേഷണം നടക്കത്തുള്ളൂ. ഓക്കെ. അപ്പൊ ഈ ഹരിതകത്തിലൊരു ഇതടങ്ങിയിട്ടുണ്ട്. ഏതടങ്ങിയിട്ടുണ്ട്? മെറ്റൽ അടങ്ങിയിട്ടുണ്ട്. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മെറ്റലാണ് ഏത്? മഗ്നീഷ്യം. മനസ്സിലായില്ലേ? ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന മെറ്റലാണ് ഏത്? മഗ്നീഷ്യം. അത് മാത്രമല്ല, രാസസൂര്യൻ എന്നറിയപ്പെടുന്നതും മഗ്നീഷ്യത്തെയാണ്, അല്ലെ? രാസസൂര്യൻ എന്നറിയപ്പെടുന്നതും ഏതിനെയാണ്? മഗ്നീഷ്യത്തെയാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്നത്. അടുത്ത്, ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? ജന്തുകോശം എന്ന് കേട്ട ഉടനെ ചാടിക്കേറി ഓക്സിജൻ പറയരുത്. ജന്തുകോശങ്ങളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ് പിള്ളേരെ? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ. അതായത് ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മുടെ എന്ത് ചെയ്യുന്നത്? എടുത്ത് പുറത്തേക്ക് കളയുന്നത്, അല്ലേ? ഓക്കെ, നമ്മളത് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ പറയുന്ന നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ശ്വാസം നമ്മുടെ ശ്വാസനാളം വഴി ശ്വാസകോശത്തിലേക്ക് എത്തുകയും അതിൽ നിന്നും ഓക്സിജൻ ആര് സ്വീകരിക്കും? ആ ഓക്സിജനെ നമ്മുടെ രക്തം സ്വീകരിക്കുകയും ആ ഒരു ഓക്സിജനെ നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുകയും ചെയ്യും? രക്തം ഈ കോശങ്ങളിൽ എത്തിക്കുകയും ചെയ്യും. കോശങ്ങളിൽ എത്തിച്ചതിന് ശേഷം ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ, കോശങ്ങളിൽ രൂപം കൊള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആര് സ്വീകരിക്കുകയാണ്? ഈ പറയുന്ന രക്തം സ്വീകരിക്കുകയും അത് പുറത്തേക്ക് കൊണ്ട് കളയുകയാണ് ചെയ്യുന്നത്. മനസ്സിലായ? അതായത് ജന്തുകോശങ്ങൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. കാർബൺ ഡൈ ഓക്സൈഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. ഓക്കെ, നമ്മൾ നേരത്തെ മുകളിൽ ചെയ്ത അതേ ചോദ്യമാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസർ റിസർച്ച്, സുഗന്ധവിള ഗവേഷണ കേന്ദ്രം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസർ റിസർച്ച് എവിടെയെന്നാ പറഞ്ഞേ? എവിടെ നമ്മൾ പറഞ്ഞത്? കോഴിക്കോട് എന്നല്ലടാ പറഞ്ഞത്. കോഴിക്കോട്. ഓക്കെ, കോഴിക്കോട്. വേറെ എവിടെയും പറഞ്ഞാൽ നമ്മള് സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്പൈസർ റിസർച്ച് ഇല്ല. അപ്പൊ ഓപ്ഷൻ സി ഒന്ന് മാത്രം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഇട്ട ആള് ഇത്തിരി പോഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇട്ടത്. ഒരു സാധാരണ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അങ്ങനെ അങ്ങോട്ട് കറക്കി കേട്ടാ. അതായത് ഇങ്ങനെ അവന്മാര് കുറച്ചു നേരം അവിടെ വെച്ചോണ്ടിരിക്കട്ടെ, കുറച്ചു നേരം ആലോചിക്കട്ടെ കേട്ടാ. ആ ഒരു വൈരാഗ്യ ബുദ്ധിയോടെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. അതിന്റെ ഇംഗ്ലീഷിന്റെ മലയാളത്തിലോട്ട് എടുത്തിട്ട് കേട്ടാ. ഇതൊക്കെ നമ്മളെ സമയം കളയുള്ള പരിപാടിയാണ്. സമയം കളയാൻ വേണ്ടി നമ്മൾ അയ്യോ വേറെ ഏതൊക്കെ ജില്ലകളുണ്ട് എന്റെ ഭഗവാനെ എന്ന് പറഞ്ഞ് നോക്കും കേട്ടാ. കോഴിക്കോടുണ്ട്. കോഴിക്കോടിന് ശേഷം തിരുവനന്തപുരത്ത് ഉണ്ടാ? ഇല്ല. ഓക്കെ, പിന്നെ നോക്കാം എന്താ? കോഴിക്കോട്. ഇവിടെ വീണ്ടും കോഴിക്കോടുള്ളത്. കോഴിക്കോടിന് ശേഷം
സ്റ്റക്കായില്ലല്ലോ? പ്രശ്നമുണ്ടോ? അല്ല സർ, ക്വസ്റ്റ്യൻ വായിച്ചപ്പോ സ്റ്റക്കായി എന്ന് പറഞ്ഞത്. ഓക്കെ, സ്റ്റക്കായെന്ന്. പിന്നെ നമ്മൾ ചിന്തിക്കും കോഴിക്കോടിന് ശേഷം അവിടെ ഓപ്ഷൻ 4ാമത്തെ പോയിന്റ് കാസർഗോഡ്. കോഴിക്കോടും കാസർഗോഡും ഒക്കെ അടുത്തടുത്താണ്. ഓക്കെ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് എന്ത് ചെയ്യും? ഇത് എഴുതുന്നതിന് പകരം ഇതൊക്കെ പോയി എഴുതും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനത്തെ പരിപാടികൾ നടത്തുന്നത്. മനസ്സിലായോ? നമ്മൾ വെറുതെ ചിന്തിക്കും, ചിലപ്പോൾ ഇത് വെറുതെ നമ്മൾ എന്ത് എഴുതാതെ അങ്ങ് കളയുകയും ചെയ്യും. മനസ്സിലായില്ലേ? എഴുതാതെ വിട്ട് കളയുകയും ചെയ്യും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തദാനം ചെയ്യാൻ കഴിയുമെന്നാണ് ചോദ്യം. പിള്ളേരെ, AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് മാത്രമേ രക്തദാനം ചെയ്യാൻ കഴിയത്തുള്ളൂ. മനസ്സിലായോ? AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് മാത്രമേ രക്തദാനം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി ഞാൻ കുറച്ച് കാരണം പറഞ്ഞുതരാം. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. A ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആർക്കൊക്കെ കൊടുക്കാം? A ഗ്രൂപ്പുള്ള ഒരാൾക്ക് എക്ക് കൊടുക്കാൻ പറ്റും. വേറെ കൊടുക്കാൻ പറ്റും? നിങ്ങൾ ഈ എന്തെടുത്തതിലെ ഈ പറയുന്നേ? A ഗ്രൂപ്പുള്ള ഒരാൾക്ക് എക്കും കൊടുക്കാം, AB-ക്കും കൊടുക്കാം. മനസ്സിലായ? A ഗ്രൂപ്പുള്ള ഒരാൾക്ക് എക്കും കൊടുക്കാം, AB-ക്കും കൊടുക്കാം. ഇനി B രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ആർക്കൊക്കെ കൊടുക്കാം? B രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ബിക്കും കൊടുക്കാം, AB-ക്കും കൊടുക്കാം. ഇനി AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ആർക്ക് കൊടുക്കാം? AB-ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായ? ഓക്കെ, AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് AB-ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി O രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ആർക്കാ കൊടുക്കാം? O രക്തഗ്രൂപ്പുള്ള ആൾക്കാർക്ക് എക്ക് കൊടുക്കാം, ബിക്ക് കൊടുക്കാം, AB-ക്ക് കൊടുക്കാം, Oക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മൾ AB ഗ്രൂപ്പിനെ എന്തെന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. മനസ്സിലായ? ഇപ്പൊ O ഗ്രൂപ്പല്ലേ യൂണിവേഴ്സൽ ഡോണർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇത് മനസ്സിലായല്ലോ. ഇനി ഞാൻ ഇത് ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങോട്ട് നോക്കടാ. എക്കും കൊടുക്കാം, AB-ക്കും കൊടുക്കാം, ബിക്കും കൊടുക്കാം, AB-ക്കും കൊടുക്കാം. അടുത്ത AB-ക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. O ഗ്രൂപ്പുള്ള ഒരാൾക്ക് AB, O എല്ലാവർക്കും കൊടുക്കാം. മനസ്സിലായ? എല്ലാവരും കൊടുക്കാം. ഓക്കെ, അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ O ഗ്രൂപ്പുള്ള ആൾക്കാർ ഇത്തിരി പഞ്ചാരയാണ്. അവരുടെ സ്വഭാവം ശ്രദ്ധിച്ചാൽ മതി. അവരുടെ ഇത്തിരി പഞ്ചാരയാണ്. ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി അടിച്ച് ഇല്ല, അങ്ങനെയൊന്നുമില്ല. ചില ആൾക്കാർ മാത്രം പറഞ്ഞു തരുമ്പോ ഞാൻ O ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് ഞാൻ അവിടെ സ്റ്റക്ക് ആയത് കേട്ടാ. ചില ആൾക്കാർ മാത്രം. ഓക്കെ, ശരി. അപ്പൊ അത് ക്ലിയർ ആണ്. ഇനി അടുത്ത് നമുക്ക് ഈ സ്വീകരിക്കണം പറയാം. എടാ, A ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? A ഗ്രൂപ്പുള്ള ഒരാൾക്ക് എയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം. മനസ്സിലായി? A ഗ്രൂപ്പുള്ള ഒരാൾക്ക് എയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം. ഇനി B ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആരിൽ നിന്നൊക്കെ സ്വീകരിക്കാം? B ഗ്രൂപ്പുള്ള ആൾക്ക് ബിയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം. ഓക്കെ, ഇനി അടുത്ത് AB ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആരിൽ നിന്ന് സ്വീകരിക്കാം? AB ഗ്രൂപ്പ് സ്വീകരണമാണ്ടാ പറയുന്നേ, കൊടുക്കുന്നതല്ല. AB ഗ്രൂപ്പുള്ള ഒരാൾക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും ഓയിൽ നിന്നും AB-യിൽ നിന്നും സ്വീകരിക്കാം. അതുകൊണ്ടാണ് നമ്മൾ AB ഗ്രൂപ്പിനെ എന്ത് പറയുന്നത്? യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് എന്ന് പറയുന്നത് കേട്ടാ. യൂണിവേഴ്സൽ റെസിപ്പിയന്റ് അല്ലെങ്കിൽ സാർവത്രിക സ്വീകർത്താവ് നമ്മൾ പറയുന്നത് AB ഗ്രൂപ്പിനെയാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്ത് O ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആരിൽ നിന്ന് സ്വീകരിക്കാം? പിള്ളേരെ, O ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആർക്ക് വേണോ കൊടുക്കാം. മനസ്സിലായ? O ഗ്രൂപ്പുള്ള ഒരാൾക്ക് ആർക്ക് വേണോ കൊടുക്കാം. പക്ഷെ സ്വീകരിക്കാൻ ആരിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ? ഓയിൽ നിന്ന് മാത്രമേ പറ്റത്തുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലല്ലോ? ക്ലിയർ ആണല്ലോ? ഈ രണ്ട് കാര്യങ്ങൾ മാറിപ്പോവരുത് കേട്ടാ. എക്ക് എയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം, ബിക്ക് ബിയിൽ നിന്നും ഓയിൽ നിന്നും സ്വീകരിക്കാം, AB-ക്ക് എയിൽ നിന്നും ബിയിൽ നിന്നും ഓയിൽ നിന്നും AB-യിൽ നിന്നും സ്വീകരിക്കാം. O ഗ്രൂപ്പിന് ഓയിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ കൊടുക്കുന്നത് വേറെ, സ്വീകരിക്കുന്നത് വേറെ. ഓക്കെ അല്ലേ?
ഇനി ഇതിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എഴുതുന്ന രണ്ട് ചോദ്യമുണ്ട്. അതായത് ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏത്? ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാ പിള്ളേര്? ആന്റിബോഡി ഇല്ലാത്ത രക്തഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ AB ഗ്രൂപ്പാണ്. ഓക്കെ, ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാ? ആന്റിജൻ ഇല്ലാത്തത്, യെസ്, ആന്റിജൻ ഇല്ലാത്തത് O ഗ്രൂപ്പാണ് അല്ലെ? ആന്റിജൻ ഇല്ലാത്ത O ഗ്രൂപ്പ്. ഓക്കെ ഓക്കെ. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏത്? വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകമാണ് ജീവകം K. ജീവകം K ആണ് കേട്ടോ. ജീവകം K ആണ് വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയ നിർമ്മിക്കുന്ന ജീവകം. ഓക്കെ. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കളുടെ ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏതാണ്? ഓക്കെ, ഇതൊരു ഇൻഡയറക്റ്റ് ചോദ്യമാണ്. അതായത് ഈ അറ്റ്ലസ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിള്ളേരെ നമ്മുടെ ഇവിടെ വരുന്നതാണ്. അതായത് നമ്മുടെ ഈ കഴുത്തുണ്ടല്ലോ, ഈ കഴുത്തിന്റെ ഈ ഭാഗത്ത് വരുന്ന ആദ്യത്തെ ആ ഒരു ഭാഗത്ത് വരുന്ന കശേരുക്കളാണ്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ഇങ്ങനെ കഴുത്ത് ഇങ്ങനെ തിരിക്കാൻ പറ്റും അല്ലേ? കഴുത്ത് തിരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആ ഭാഗത്ത് വരുന്ന കഴുത്തിൽ കാണപ്പെടുന്ന സന്ധി ഏതാണ് ചോദ്യം. കഴുത്തിൽ കാണപ്പെടുന്ന സന്ധിയാണ് പിള്ളേരെ കീലസന്ധി. ഏതാണ്? കീലസന്ധി കേട്ടോ, കീലസന്ധി. നട്ടലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ പറയുന്ന കശേരുക്കൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധിയാണ് ഏത്? കീലസന്ധി. ഈ സന്ധി വെച്ചിട്ടാണ് നമുക്ക് കഴുത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നത്? തിരിക്കാൻ പറ്റുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. നമ്മുടെ ഈ കൈയുടെ മടക്കിലൊക്കെ വരുന്ന സന്ധി ഏതാ? ഇതേതാ? കൈയുടെയും കാലിന്റെ മടക്കിലൊക്കെ വരുന്നത് അത് വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധി. ഓക്കെ, സന്ധിയൊക്കെ നിങ്ങൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. വംശനാശം സംഭവിച്ച ഹോമിനികളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതഘടന സംബന്ധിച്ച പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? അറിയപ്പെടുന്നത് ചിലപ്പോ ഇതായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. നമ്മള് നൊബേൽ പഠിച്ചായിരുന്നു. ഇതൊരു കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ് കേട്ടാ. നൊബേൽ സാൻഡേ പാബോ കേട്ടാ, സാൻഡേ പാബോയ്ക്ക് നൊബേൽ ലഭിച്ച വൈദ്യശാസ്ത്രജ്ഞനല്ലേ? ഓക്കെ. ഏത് വർഷത്തെ കിട്ടിയത് സാൻഡേ പാബോന്? ഏത് വർഷത്തെ നൊബേലാ കിട്ടിയത് പിള്ളേരെ? 2022 നൊബേൽ ഇദ്ദേഹത്തിന് ലഭിച്ചായിരുന്നു. ഓക്കെ, വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചായിരുന്നു. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായ പഠനമാണ് പറഞ്ഞത് ഏതാണ്ട ഈ പറയുന്ന വംശനാശം സംഭവിച്ച ഹോമികളുടെയും മനുഷ്യ പരിണാമത്തിന്റെയും ജനിതഘടന സംബന്ധിച്ച പഠനം നടത്തിയത്. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ O രക്തഗ്രൂപ്പിനെ സംബന്ധിക്കുന്ന ശരിയായ വസ്തുത ഏതാണ്? ഓക്കെ പിള്ളേരെ, O രക്തഗ്രൂപ്പിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ആന്റിജനുകളായ A, B എന്നിവ കാണുന്നു, അത് തെറ്റാണ്. ഓക്കെ, ആന്റിജൻ A മാത്രം ആന്റിജൻ ഇല്ല, അപ്പൊ അതും തെറ്റാണ്. ആന്റിബോഡികളായ A, B എന്നിവ കാണപ്പെടുന്നു, അത് ശരിയാണ്. ആന്റിബോഡികളായിട്ടുള്ള Aയും Bയും കാണപ്പെടുന്നു. ഏതിലാണ്? ഈ പറയുന്ന O രക്തഗ്രൂപ്പില്. ഇങ്ങനെ ആന്റിബോഡികളായിട്ടുള്ള Aയും Bയും ഉള്ളത് കൊണ്ടാണ് അതിൽ എന്ത് കാണപ്പെടാത്തത്? ആന്റിജൻ കാണപ്പെടാത്തത്. മനസ്സിലായ പിള്ളേരെ? Aയും Bയും ഉള്ളത് കൊണ്ടാണ്. ആന്റിബോഡികളായ Aയും ഉണ്ട്, Bയും ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പറയുന്ന O ഗ്രൂപ്പിൽ എന്ത് കാണപ്പെടാത്തത്? എന്ത് കാണപ്പെടാത്ത പിള്ളേരെ? ഈ ആന്റിജൻ കാണപ്പെടാത്തത് ആന്റിബോഡി ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഞാൻ പറഞ്ഞുതരാം. എ ബി ഗ്രൂപ്പിൽ എന്തില്ല? എ ബി ഗ്രൂപ്പിൽ ആന്റിബോഡി ഇല്ല അല്ലേ? എ ബി ഗ്രൂപ്പിൽ ആന്റിബോഡി ഇല്ല. പക്ഷെ എ ബി ഗ്രൂപ്പിൽ എന്തുണ്ട്? ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉണ്ട്. ആന്റിജൻ എയും ആന്റിജൻ ബിയും ഉണ്ട്. മനസ്സിലായില്ലേ? ആന്റിജൻ എയും ബിയും ഏതിലുണ്ട്? എ ബി ഗ്രൂപ്പിലുണ്ട്. അതുകൊണ്ടാണ് അവിടെ ആന്റിബോഡി കാണപ്പെടാത്തത്. ഇവിടെ O ഗ്രൂപ്പിൽ ആന്റിബോഡികളായ Aയും Bയും ഉള്ളത് കൊണ്ടാണ് അവിടെ ആന്റിജൻ കാണപ്പെടാത്തത്. ഓക്കെ, ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, സംശയം ഉണ്ടാകുന്നത് ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണോടാ. വലിയൊരു മരിച്ച വേണ്ട. ഓക്കെ, ശരി. ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്ന ആരെയാണ്? ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ എന്നറിയപ്പെടുന്ന ആരെയാണ്?
ജീവമണ്ഡലത്തെ സംരക്ഷകർ എന്നറിയപ്പെടുന്ന ആരുടെ പറ? ആ സസ്യങ്ങളെയാണ് ജീവമണ്ഡലത്തിന്റെ സംരക്ഷകർ. അനു അത് പറയണോ ഒന്നൂടാ? ഓക്കെ, അത് പറഞ്ഞുതരാം. കൊണ്ടുവയ്ക്കാം. അതായത് ഈ രണ്ട് സാധനം ഒരുമിച്ച് വരത്തില്ല. അതായത് ഇപ്പം എയും ബിയും ഇവിടെ ഉണ്ടല്ലോ, എയും ബി ആന്റിബോഡികളായ എയും ബിയും ഇതിലുള്ളത് കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓ ഗ്രൂപ്പിൽ ആന്റിജൻ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ, ആന്റിജൻ ഇല്ല എന്ന് പറഞ്ഞു നമ്മൾ. ഓക്കെ, അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ആന്റിബോഡികളായ എയും ബിയും ഉള്ളത് കൊണ്ടാണ് ഓ ഗ്രൂപ്പിൽ ആന്റിജൻ കാണപ്പെടാത്തത്. അതുപോലെ തന്നെ നമ്മൾ എ ബി ഗ്രൂപ്പിൽ ആന്റിബോഡി ഇല്ല. എ ബി ഗ്രൂപ്പിൽ ആന്റിബോഡി ഇല്ലാത്തതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആന്റിജൻ ആയിട്ടുള്ള എയും ഉണ്ട്, ആന്റിജൻ ആയിട്ടുള്ള ബിയും ഉണ്ട്. ക്ലിയർ ആണല്ലോ? ഇതിന്റെ കുറച്ചുകൂടെ ഇതെന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടെ പ്രവർത്തിക്കുക. ഞാൻ പിന്നെ പറഞ്ഞുതരാം. നമുക്ക് അതിന് ഈ 10th ലെവൽ ക്ലാസ്സിന് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഡിഗ്രി ലെവൽ ക്ലാസ്സിന്റെ സമയത്ത് അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ജീവമണ്ഡലത്തിന് സംരക്ഷണം എന്നറിയപ്പെടുന്ന ആരാണ്? സസ്യങ്ങളാണ്. അതുപോലെ തന്നെ വിഘാടകർ എന്നറിയപ്പെടുന്ന ആരെയുണ്ട്? വിഘാടകർ എന്നറിയപ്പെടുന്നത് സൂക്ഷ്മജീവികളാണ് അല്ലെ വിഘാടകര്. ഏതൊക്കെ സൂക്ഷ്മജീവികളാണ് വിഘാടകർ എന്നറിയപ്പെടുന്നത്? വളരെ വിഘാടകർ എന്നറിയുമ്പോൾ അതിലെല്ലാം വരത്തില്ല. ബാക്ടീരിയ, ഫംഗസ് എന്നിവയാണ് വിഘാടകർ. മനസ്സിലായോ? ബാക്ടീരിയ അതുപോലെ ഫംഗസ് എന്നിവയാണ് എന്ത്? വിഘാടകർ. ഓക്കെ, ബാക്ടീരിയ അതുപോലെ തന്നെ ഫംഗസ് എന്നിവയാണ് എന്ത്? വളരെ വിഘാടകർ. ഓക്കെ, അടുത്ത ചോദ്യം, DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ചോദ്യം, DNA-യിൽ ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ. ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് പിള്ളേരെ. ജീനിന്റെ സ്ഥാനം കണ്ടെത്താനുള്ള സാങ്കേതിക വിദ്യയാണ് ജീൻ മാപ്പിംഗ്. എന്താണ്? ജീൻ മാപ്പിംഗ് കേട്ടോ. DNA-യില് ജീനിന്റെ സ്ഥാനം കണ്ടെത്താൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഏത്? ജീൻ മാപ്പിംഗ്. ഓക്കെ, അടുത്ത ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ്? ജനിതക പശ എന്നറിയപ്പെടുന്നത് ലിഗേസ് ആണ്. ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം ഏതാണ് പിള്ളേരെ? ലിഗേസ് ആണ് ജനിതക പശ എന്നറിയപ്പെടുന്ന എൻസൈം. ഓക്കെ, ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് എന്നറിയാമോടാ? ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് പിള്ളേരെ ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ജനിതക കത്രിക എന്നറിയപ്പെടുന്നത് അല്ലെ, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്. ഓക്കെ, അടുത്ത് മനുഷ്യ ശരീരത്തിലെ രക്തവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എടുക്കുക. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ശരിയായ പ്രസ്താവന. ഓക്കെ, നോക്കാം. പ്രസ്താവന ചോദ്യമാണ്. രക്തകോശങ്ങൾ പ്രധാനമായും 3 തരത്തിൽ കാണപ്പെടുന്നു. ശരിയല്ലേ? 3 തരത്തിലല്ലേ കാണപ്പെടുന്നത്? അതെ. ഓക്കെ, RBC, WBC, പ്ലേറ്റ്ലെറ്റ്. എറിത്രോസൈറ്റ്സ് എന്നാണ് ശ്വേതരക്താണുക്കൾ അറിയപ്പെടുന്നത്. തെറ്റാണ്. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് RBC ആണ്. എറിത്രോസൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ഏതാണ് പിള്ളേരെ? RBC ആണ്. എറിത്രോസൈറ്റ് എന്നറിയപ്പെടുന്നത് RBC ആണ്. ഓക്കെ, അതായത് ഇതിന് 3-ന് നമ്മൾ സയന്റിഫിക്കലി പറയുന്ന പേരുകളുണ്ട്. എറിത്രോസൈറ്റ് വെച്ചാൽ RBC ആണ്. അങ്ങനെ WBC പറയുന്ന പേരെന്താ? WBC പറയുന്നത് ലൂക്കോസൈറ്റ് എന്നാണ് പിള്ളേരെ. ലൂക്കോസൈറ്റ് എന്നാണ് WBC പറയുന്നത്. ലൂക്കോസൈറ്റ് എന്നാണ് WBC പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റിനെ എന്താ പറയുന്നത്? പ്ലേറ്റ്ലെറ്റിനെ ത്രോംബോസൈറ്റ് എന്ന് പറയും. ത്രോംബോസൈറ്റ് എന്നാണ് പ്ലേറ്റ്ലെറ്റിനെ പറയുന്നത്. ത്രോംബോസൈറ്റ് എന്നാണ് എന്തിനെ പറയുന്നത്? പ്ലേറ്റ്ലെറ്റിനെ പറയുന്നത്. ഓക്കെ, അപ്പൊ എറിത്രോസൈറ്റ്സ് RBC, ഓക്കെ, ലൂക്കോസൈറ്റ് WBC, ത്രോംബോസൈറ്റ് ഏതാണ്? പ്ലേറ്റ്ലെറ്റ് ആണ്. ഓക്കെ, ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഇരുമ്പ്. ശരിയല്ലേ? ഹീമോഗ്ലോബിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ്. ശരിയാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ഗ്ലോബുലിൻ. ശരിയാണോ?
അല്ല. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജിൻ ആണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാ പിള്ളേരെ? ഫൈബ്രിനോജിൻ. ഫൈബ്രിനോജിൻ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ. ഏതാണ്ട് ഫൈബ്രിനോജിൻ ആണ് കേട്ടോ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ഫൈബ്രിനോജിൻ ആണ്. ഓക്കെ. ഗ്ലോബുലിൻ ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നു. ഗ്ലോബുലിൻ എന്തിനു സഹായിക്കുന്നു പിള്ളേരെ? ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഏത്? ഗ്ലോബുലിൻ. ആന്റിബോഡികൾ നിർമ്മിക്കാൻ സഹായിക്കുന്നതാണ് ഏത്? ഗ്ലോബുലിൻ. ഓക്കെ, ശരി. അപ്പൊ ഇവിടെ ശരിയായിട്ടുള്ളത് 1 ഉം 3 ആണ് അല്ലേ? 1 ഉം 3. ഓക്കെ, 1 ഉം 3 ആണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ നമ്മളാ കേട്ടാ ഈ ആൽബുമിൻ എന്തിനാ സഹായിക്കുന്നത്? ആൽബുമിൻ എന്തിനാ സഹായിക്കുന്നത്? ആൽബുമിൻ രക്തസമ്മർദ്ദം അല്ലേ? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനാണ് ആൽബുമിൻ സഹായിക്കുന്നത്. അതെ, ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഏത്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഏത്? ഈ പറയുന്ന ആൽബുമിൻ. ഓക്കെ, ആൽബുമിൻ രക്തസമ്മർദ്ദം, ഗ്ലോബുലിൻ ആന്റിബോഡി, ഫൈബ്രിനോജിൻ രക്തം കട്ടപിടിക്കുക. അടുത്ത യവനപ്രിയ എന്നറിയപ്പെടുന്ന സുഗന്ധദ്രവ്യം. യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. ഓക്കെ, സംസ്ഥാന കുരുമുളക് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പിള്ളേരെ? സംസ്ഥാന കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരാണല്ലേ? പന്നിയൂർ ഏത് ജില്ലയിലാണ്? പന്നിയൂർ കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയിലെ പന്നിയൂരാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3 എന്നിവ എന്താണ്ടാ? ഈ പറഞ്ഞ കുരുമുളകിന്റെ സങ്കര ഇനങ്ങളാണ്. പന്നിയൂർ 1, പന്നിയൂർ 2, പന്നിയൂർ 3, പന്നിയൂർ 4 എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതുപോലെ കുരുമുളകിൽ പരാഗണം നടക്കുന്നത് എങ്ങനെയാണ്? എന്തിലൂടെയാണ്? കാറ്റിലൂടെ. മഴ. ജലത്തിലൂടെ പരാഗണം നടക്കുന്ന സസ്യമാണ് ഏത്? കുരുമുളക്. ജലത്തിലൂടെ പരാഗണം നടത്തുന്ന സസ്യമാണ് ഏത്? കുരുമുളക്. ഓക്കെ, ക്ലിയർ ആണ്. ഹൃദയമിടിപ്പ് അളക്കാനുള്ള ഉപകരണമായ സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? പിള്ളേർ റെനെ ലെനക്കാണ് എന്ത് നിർമ്മിച്ചത്? സ്റ്റെതസ്കോപ്പ് ആദ്യമായി നിർമ്മിച്ചത് ആരാണ് പിള്ളേർ? റെനെ ലെനക്കാണ് സ്റ്റെതസ്കോപ്പ് നിർമ്മിച്ചത്. ലൂയിസ് പാസ്റ്ററിന്റെ ചോദ്യങ്ങൾ നമുക്കറിയാം. എന്താണ്? റാബിസ് വാക്സിൻ അല്ലെ? റാബിസ് വാക്സിൻ. അതുപോലെ തന്നെ നമ്മുടെ കോളറ വാക്സിൻ, അതുപോലെ തന്നെ ആന്ത്രാക്സ് വാക്സിൻ. ഇതൊക്കെ നിർമ്മിച്ചത് ആരാണ്? ലൂയിസ് പാസ്റ്റർ ആണ് അല്ലേ? ഓക്കെ. റാബിസ് വാക്സിൻ, കോളറ വാക്സിൻ, ആന്ത്രാക്സ് വാക്സിൻ നിർമ്മിച്ചത് ലൂയിസ് പാസ്റ്റർ ആണ്. വില്യം ഐന്തോവൻ എന്താ? വില്യം ഐന്തോവൻ ECG ഇലക്ട്രോ കാർഡിയോഗ്രാം ECG കണ്ടെത്തിയത് ആരാണ്? നമ്മൾ ഹൃദയത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്തുന്ന ECG കണ്ടെത്തിയത് ആരാ? ECG കണ്ടെത്തിയത് വില്യം ഐന്തോവൻ. അടുത്ത് റൈമണ്ട് വഹാൻ ഡമേദിയർ. ഈ പേരറിയോ? റൈമണ്ട് ഡമാഡിയർ. ഞാൻ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. റൈമണ്ട് ഡമാഡിയർ എന്താ കണ്ടെത്തിയത്? എന്താ കണ്ടെത്തിയത് പിള്ളേരെ? റൈമണ്ട് ഡമാഡിയർ കണ്ടെത്തിയതാണ് MRI കണ്ടെത്തിയത് ആരെന്ന് കേട്ട് കഴിഞ്ഞാല് റൈമണ്ട് ഡമാഡിയർ ആണ് MRI സ്കാനർ കണ്ടെത്തിയത് കേട്ടാ. MRIയുടെ പൂർണ്ണരൂപം അറിയാന്നുള്ളതെന്ന് പറഞ്ഞേ. MRIയുടെ പൂർണ്ണരൂപം എന്തുവാ? MRIയുടെ പൂർണ്ണരൂപമാണ് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. എന്നാണ് MRIയുടെ പൂർണ്ണരൂപം. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ എന്നാണ് MRIയുടെ പൂർണ്ണരൂപം. ഓക്കെ അല്ലേ? ശരി. CT സ്കാൻ കണ്ടെത്തിയത് ആരാ? CT സ്കാൻ പിള്ളേരെ CT സ്കാൻ കണ്ടെത്തിയത് ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡ് എന്നാണ് കേട്ടോ. ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡ് എന്ന് പറഞ്ഞ വ്യക്തിയാണ്. എന്ത് കണ്ടെത്തിയത്? CT സ്കാൻ കണ്ടെത്തിയത്. അപ്പൊ CT സ്കാൻ കണ്ടെത്തിയത് ഗോഡ്ഫ്രേ ഹൗൺസ്ഫീൽഡ്. ഓക്കെ, ശരി. അപ്പം റൈമണ്ട് ഡമാഡിയർ കണ്ടെത്തിയത് MRI ആണ്. വില്യം ഐന്തോവൻ കണ്ടെത്തിയത് ECG ആണ്. ലൂയിസ് പാസ്റ്റർ റാബിസ്, അതുപോലെ തന്നെ കോളറ, അതുപോലെ തന്നെ നമ്മുടെ ആന്ത്രാക്സ് വാക്സിനെ കണ്ടെത്തിയത് ആരാണ്ട? ലൂയിസ് പാസ്റ്റർ ആണ്. ഇതിൽ ആദ്യം അദ്ദേഹം കണ്ടെത്തിയത് ഏത് വാക്സിൻ നേട്ടി കഴിഞ്ഞാൽ ഏതാണ് ആദ്യം കണ്ടെത്തിയത്?
റാബിസ് വാക്സിൻ ആണ് ആദ്യം കണ്ടത് കേട്ടോ, റാബിസ് വാക്സിൻ. ഓക്കെ, അല്ല ഇദ്ദേഹം കണ്ടെത്തിയ ആദ്യത്തെ വാക്സിൻ, ആദ്യം കണ്ടെത്തിയ വാക്സിൻ വസൂരി വാക്സിൻ കറക്റ്റാണ്, ഗോവസൂരി വാക്സിൻ. അതല്ല, ഈ ലൂയിസ് പാസ്റ്റർ ആദ്യമേ കണ്ടെത്തിയ വാക്സിൻ. ഓക്കെ, വാക്സിൻ എന്ന പദം ഉപയോഗിച്ചതും ഇദ്ദേഹമാണ്, ലൂയിസ് പാസ്റ്റർ ആണ്. പാസ്ചറൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പാല് കേടാകാതെ സൂക്ഷിക്കുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, പാസ്ചറൈസേഷൻ. പാല് കേടാകാതെ സൂക്ഷിക്കുന്ന പ്രവർത്തനമാണ് പാസ്ചറൈസേഷൻ. അത് കണ്ടെത്തിയത് ആരാണ്, ലൂയിസ് പാസ്റ്റർ ആണ്. ഓക്കെ പിള്ളേരെ, അപ്പൊ അത്രയേ ഉള്ളൂ. പിന്നെ EEG കണ്ടെത്തിയ ആരാ, EEG കണ്ടെത്തിയത് ഹാൻസ് ബെർജർ ആണ് EEG കണ്ടെത്തിയത്, ഹാൻസ് ബെർജർ ആണ് EEG കണ്ടെത്തിയത്. ഓക്കെ ശരി, അപ്പൊ മാർക്ക് കൂടെ നോക്കാം നമുക്ക്. മാർക്ക് 25, 25 മാർക്കിന് എഴുതുന്ന പരീക്ഷ. മാർക്ക് എഴുതാൻ സ്ഥലമില്ല, ഇവിടെ എഴുതാം. ഓക്കെ, 25 കിട്ടിയവരുണ്ടോ? ഉണ്ടോ 25 കിട്ടിയത്? യെസ്, അനലക്ഷ്മി, ബിജിന, മനു, അർച്ചന, കൃഷ്ണേന്ദു, മഞ്ജു. ഓക്കെ, 25 കുറെ ആൾക്കാർ കിട്ടിയിട്ടുണ്ട്, സന്തോഷം. ഓക്കെ, ഇനി 24 വിഷ്ണു, ആവണി, ജയശ്രീ, കീർത്തി, രേഷ്മ, അഞ്ജന, നിമിഷ, ഷാരി. ഓക്കെ, 24 മാർക്കുണ്ട്. ഓക്കെ, 23 കൂടെ, ദീപ്തി 23, മിഥുൻ, വിഷ്ണു, രമ്യ, ഷിജിനിയ പേര് പോയി റൈറ്റ്സ് പോലെ. നോക്കട്ടെ, 23 കൂടെ നോക്കട്ടെ. അയ്യോ കുറെ മാർക്ക് പോയി. നിങ്ങളൊരു കാര്യം നോട്ടെ, ഷാജിനി, സുധി, വിഷ്ണു, ശ്രീന. ഓക്കെ, ഞാൻ നോക്കിക്കോളാം. നിങ്ങളെ ഒരു 19 മാർക്കിന് മുകളിലോട്ടുള്ള എല്ലാവരും 19 കട്ട് ഓഫ്, 19 മാർക്കൊക്കെ വാങ്ങാം ചിലപ്പോൾ ഓപ്ഷന്. അറിഞ്ഞാൽ പഠിക്കുക, വായിച്ച് പഠിക്കുക, PDF ഇപ്പൊ തരാം. ഓക്കെ ശരി, അപ്പൊ നമുക്ക് പിന്നെ കാണാം. ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ നോക്കുക. ബൈ ബൈ. ഓക്കെ.